എല്ലാവരും കണ്ടു കാണുമല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കരയണോ ചിരിക്കണോ, നമ്മളൊക്കെ വിഡ്ഢികളാണോ എന്ന് പോലും നമുക്കറിയത്തില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ചൂട് പിടിച്ച ഒരു വാർത്തയാണ് പ്രവീൺ പ്രണവ് എന്നവരുടെ ഫാമിലിയിൽ നടന്നത്. ശരിക്കും ഈ യൂട്യൂബേഴ്സ് എല്ലാം അല്ലെങ്കിൽ വ്യൂവേഴ്സ് എല്ലാം മണ്ടന്മാരായോ അതോ അവരാണോ മണ്ടര്, നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. പലരും ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തതും വീഡിയോസ് 2 ദിവസം കൊണ്ട് വീഡിയോസ് ഇട്ടതും എല്ലാം തന്നെ ആ മൃദുലയുടെ ഒരു അവസ്ഥ അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇനി അതിനെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് ഒരു ഫാമിലിയിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ തമ്മിൽ വഴക്കാണ്, അങ്ങനെ കുറേ വീഡിയോസ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ കാണുന്നുണ്ട്. നമുക്കറിയാം അവിടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അതെല്ലാം അവിടെ ഇരുന്നോട്ടെ. പക്ഷേ അവർ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം അടിയുണ്ടായപ്പോൾ അതിനെ വീഡിയോ എടുത്തു വെച്ചു. അത് അവരിങ്ങനെ രണ്ട് ഫാമിലിയും തമ്മിൽ വിഷയങ്ങളായപ്പോൾ അവരത് എക്സ്പോസ് ചെയ്തു, നമ്മളെയൊക്കെ കാണിച്ചു. ഒന്നുകിൽ എന്താണ് ഇവര് ഫാമിലികൾ തമ്മിൽ ഈ പ്രശ്നം ഒന്ന് പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കണമായിരുന്നു. പക്ഷെ അവർ ഇപ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അവരെക്കുറിച്ച് വീഡിയോ ചെയ്താൽ നിങ്ങളൊക്കെയല്ലേ മണ്ടന്മാർ, നിങ്ങളൊക്കെയല്ലേ റീച്ച് കൂട്ടാൻ വേണ്ടി ഇതൊക്കെ ചെയ്തത്, എൻ്റെ ഫാമിലിയാണ് അറ്റാക്ക് ചെയ്യപ്പെട്ടത് എന്നൊക്കെ. ഞാൻ ശരിക്കും ചോദിക്കട്ടെ, ഈ പ്രവീൺ പ്രണവ് നിങ്ങളുടെ ഫാമിലി ആരെങ്കിലും അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു വകതിരിവുണ്ടോ? ഏതൊരു മനുഷ്യനും ചെയ്യുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഒതുക്കി വെച്ചു, അതെല്ലാം ഇരുന്നോട്ടെ, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിച്ചതായിരിക്കാം. ഞങ്ങൾ ആരും തന്നെ ഇടിച്ചു കേടി ചോദിച്ചില്ല, നിങ്ങൾ എന്താണ് പ്രശ്നം പറയൂ എന്നൊന്നും ചോദിച്ചില്ല. നിങ്ങൾ പെട്ടെന്നൊരു ദിവസം എല്ലാം വീഡിയോ എക്സ്പോസ് ഇട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ പ്രവീൺ ഇട്ട് മണിക്കൂറുകൾക്കകം തന്നെ 10 ലക്ഷം വീഡിയോയുടെ ആ ഒരു റേഞ്ച് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുന്ന എല്ലാ പേർക്കും എന്താണ്, ഇവരുടെ ആ കഥ അവർക്ക് വേറെ ഒരു ഷോർട്സ് കാണാനോ വേറൊരു പ്രധാനപ്പെട്ട വാർത്ത കാണാനോ ഒന്നും അവർക്ക് സമയമില്ലായിരുന്നു. എല്ലാവരും ആദ്യത്തെ ക്ലിക്കിൽ തന്നെ ആ വീഡിയോ കണ്ടു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 45 മിനിറ്റ് വരെ ആ വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഫുള്ള് ഈ പറയുന്ന ഞാനും അത് സ്കിപ്പ് ചെയ്യാതെ കണ്ട വ്യക്തിയാണ്. അപ്പോൾ ഓരോ മനുഷ്യരൊരു ക്യൂരിയോസിറ്റി, ഇത്രയും ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ അറിയാം പല ലോങ് വീഡിയോസ് എല്ലാവരും അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ കുറച്ച് കാണും, ബാക്കി അത് സ്കിപ്പ് ചെയ്യും. പക്ഷെ നിങ്ങളുടെ ചാനലിൽ അതല്ല സംഭവിച്ചത്. എന്താണ്, വീഡിയോ ഈ 45 മിനിറ്റും ആൾക്കാർ ക്ഷമയോടുകൂടി നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോഴാണ് പലർക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ തോന്നിയത്. ഇതിന് താഴെ വന്ന കമൻറ്റും ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളും വന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്തതല്ല, എന്തോ ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ പറയേണ്ട കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ ശരിക്കും ഒരു ന്യൂസ് ആക്കാനോ ഒരു സ്ഥാനം പിടിക്കാനോ ഒന്നും പലരും ചെയ്തിട്ടില്ല. ഇതെന്താണ് ഇത്രയും ക്രൂരത? ഈ ക്രൂരത കാണുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു കണ്ണുനീര് വരുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ശരിക്കും നിങ്ങൾ ഇതിനെ വിറ്റ് കച്ചവടമാക്കാൻ വേണ്ടിയാണോ ഈ ഒക്ടോബർ 27-ാം തീയതി ഇങ്ങനെ നടന്ന സംഭവം എല്ലാം നിങ്ങൾ റെക്കോർഡാക്കി വച്ചത്? ഇപ്പോൾ നിങ്ങളാണല്ലോ യഥാർത്ഥം പറഞ്ഞാൽ ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കിയത്. മറ്റുള്ളവർ വെറും കാഴ്ചക്കാരും കോമാളികളും മാത്രമായി. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരുടെ ഫാമിലിയിലെ പ്രശ്നമല്ലേ, അത് തീരുന്നെങ്കിൽ തീരട്ടെ, എന്തിനാ നീ ഇവിടെ കിടന്ന് ചിലയ്ക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. ശരിയാണ്, അവരുടെ ഫാമിലിയിലെ പ്രശ്നം അത് അങ്ങനെ തന്നെ തീരണം. കാരണം ഒരു ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കുക, അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞാനായാലും നിങ്ങളായാലും എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒന്നിച്ചിരിക്കുക, നമ്മുടെ കുറേ നല്ല മുഹൂർത്തങ്ങൾ ഷെയർ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളും ഇത് കണ്ടപ്പോൾ ആഗ്രഹിച്ചു നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീരണം എന്ന്. പക്ഷേ ഈ പ്രവീണിൻ്റെ റിയാക്ഷൻ വീഡിയോ വന്നപ്പോഴാണ് ഇനി ഇത് എന്തിനാണ് സോൾവ് ആകുന്നത്, അങ്ങനെ സോൾവ് ആയാൽ നിങ്ങൾക്ക് അത്രയും മനപ്പൊരുത്തത്തോടെ ഇനി ജീവിക്കാൻ കഴിയുമോ എന്നൊക്കെ കാഴ്ചക്കാരായ ഞങ്ങൾക്ക് തോന്നിയത്. അത് മനസ്സിലാക്കൂ. കുഞ്ഞു പ്രശ്നങ്ങളായിരുന്നെങ്കിൽ ഇത്രത്തോളം ആരും റിയാക്ട് ചെയ്യത്തില്ലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം വലിയ വിപ്ലവം സൃഷ്ടിച്ച് ഒരു 40 ലക്ഷം 45 ലക്ഷം ഫോളോവറാക്കി നിൽക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ എല്ലാവരും ഓൾറെഡി പ്രതികരിച്ചു. ഇനി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ വീഡിയോ പിൻവലിച്ചതും നിങ്ങളുടെ ഫാമിലിയെ സേഫ് ആക്കിയതും എല്ലാം നല്ല കാര്യം തന്നെയാണ്, അത് അങ്ങനെ തന്നെയാണ് നടക്കേണ്ടത്.
പക്ഷെ നിങ്ങൾ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? അത് ഇത്തിരി പ്രശ്നമുള്ള കാര്യമാണ് സമൂഹത്തിലേട്ടോ. ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന വീഡിയോ എടുത്ത് ആ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെയും എല്ലാം വീഡിയോ എടുത്തിട്ട് നിങ്ങൾ അങ്ങ് എന്ത് പറയാനാ, എല്ലാം എക്സ്പോസ് ആക്കിയിട്ട് ഇനി ഒന്നുമില്ല, ഇതെല്ലാം ഞങ്ങളെ ഫാമിലി ചിരിച്ചു സഹിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതൊന്ന് പറഞ്ഞു തരാമോ? എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം, നമ്മളെ ഒരു സോഷ്യൽ മീഡിയ തന്നെയാണ്, നമുക്ക് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമാണ്, നമ്മുടെ ഒരു വരുമാന മാർഗമാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം കണ്ട് ജനങ്ങൾ ഒരുപാട് നല്ല പാഠങ്ങളും പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് വന്നപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞു, ഞാനും ഈ വീഡിയോ ചെയ്തത് ഈ ഡൊമസ്റ്റിക് വയലൻസ് അത് ഓരോ കുട്ടികളും അനുഭവിക്കുന്നതാണ്, അതിനൊരു സൊല്യൂഷൻ വേണം. അതുകൊണ്ട് ഈ പ്രവീൺ ഈ വീഡിയോ എടുത്തിട്ടത് വളരെ നന്നായി എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. എനിക്ക് ചോദിക്കേണ്ടത്, ഈ ഡൊമസ്റ്റിക് വയലൻസ് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ട് ഇനി ഒന്നുമില്ല എനിക്ക് എൻ്റെ ഫാമിലി വേണം എന്ന് പറയുന്ന നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? ശരിക്കും ബാക്കിയെല്ലാവരും മണ്ടരാണോ? അതോ ഈ ഡൊമസ്റ്റിക് വയലൻസ് ഇതിങ്ങനെയാണ്, ഒരു കുടുംബം ഇങ്ങനെയൊക്കെ അവർ ചെയ്താലും അടുത്ത് പെട്ടെന്ന് നമ്മളിങ്ങനെ കയറി അവിടെ സെറ്റാകും, അടുത്തും ഇങ്ങനെയാണ്, ഞങ്ങളിങ്ങനെ ചിരിച്ചു കാണിക്കും, ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ പറയുന്നത്? യഥാർത്ഥത്തിൽ അതാണോ ജീവിതം? നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു സ്റ്റോറിയാണിത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എങ്കിലും ഞാനിതൊന്ന് വായിച്ചു തരാം. ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണ്, നിങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾക്കറിയാം നിങ്ങൾ അങ്ങനെ മോശ അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി. അതെന്താ പറഞ്ഞത്? ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ കരുണ വാരി വിതറാനിരിക്കുന്ന സംഭവമാണോ? സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് കരുണ കിട്ടിയില്ലേ? നിങ്ങൾക്ക് കരുണ കിട്ടിയത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ വന്ന് നിങ്ങൾക്ക് വേണ്ടി വക്കാലത്ത് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ കരുണ എന്ന് പറയുന്നത്, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ അല്ല നമ്മൾ കരുണ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർക്കുക. നിലവിലുള്ള പ്രശ്നത്തിൻ്റെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ചു വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നുണ്ട്. ഞാനും ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട്. മിക്കവാറും എല്ലാ ആൾക്കാരും നിങ്ങളെ ഈ ഡൊമസ്റ്റിക് വയലൻസ്, പ്രവീണിൻ്റെ വീട്ടിലെ ആ മൃദുലയുടെ പ്രശ്നം മാത്രമാണ് എല്ലാവരും ഇത്രയും വേദനാജനകമായതും അത് ആൾക്കാർ സംസാരിച്ചതും. അതിനെ വളച്ചൊടിച്ചു തിരിച്ചൊടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ശരി, അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വളച്ചും തിരിച്ചും ഒടിക്കാതെ ബോധപൂർവം വീഡിയോസ് ഇടാമായിരുന്നു. ഓക്കെ, ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിനെ എതിരെ സൈബർ ബുള്ളിങ് നടന്നത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ്. ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു. നിങ്ങൾ പ്രൈവറ്റ് ആക്കിയത് വളരെ നല്ലതാണ്. കാരണം ഈ ഒരു വീഡിയോ, നിങ്ങളുടെ വീഡിയോ വന്നതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് അത്ര നല്ല ഒരു കാഴ്ചപ്പാടൊന്നുമല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു വിമർശനമല്ല, കാണുന്നവരും മനസ്സിലാക്കുക. നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ പല വീഡിയോസ് കണ്ടു. അപ്പോൾ അച്ഛൻ്റെ സഹോദരിയുടെ മകളിട്ട ഒരു പോസ്റ്റിനെ കുറിച്ച് അങ്ങനെ ഒരു വീഡിയോ, അവരുടെ വീട് ആക്രമിച്ച കേസിലെ പ്രതിയാണ് ഈ പ്രവീൺ പ്രണവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പൂപ്പൻ്റെ കാര്യം പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ ഞാൻ അതെന്താണെന്ന് കുത്തിപ്പൊക്കാനോ അത് സംസാരിക്കാനോ ഇഷ്യൂ ആക്കാനോ അല്ല വന്നത്. പക്ഷെ എന്തായാലും ഈ പ്രവീൺ മൃദുല അവരെ കണ്ടപ്പോൾ ശരിക്കും നമ്മളും കരഞ്ഞുപോയി. പക്ഷെ ഒരു ബാക്ക് ഹിസ്റ്ററി നോക്കുമ്പോൾ ആരും ഒന്നിനൊന്ന് മെച്ചമല്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോണുണ്ട്. സോ ഈ കാഴ്ചക്കാർക്ക് ആർക്കും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾ മനസ്സിലാക്കൂ. കാരണം ശരിക്ക് തകർത്ത് അഭിനയിക്കുന്നതും റീച്ച് നേടുന്നതും എല്ലാം നിങ്ങൾ തന്നെയാണ്, വളച്ചൊടിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. ആ വാക്ക് അവിടെയാണ് സത്യമാകുന്നത്, അല്ലാതെ കാഴ്ചക്കാരായ ജനങ്ങളല്ല ഇതിനെ വളച്ചൊടിക്കുന്നത്. ഇനി എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, അത് മൃദുലയോട് തോന്നിയ കാര്യമാണ്. അവളൊരു വീട്ടിലോട്ട് വന്നു, ഒത്തിരി യാതനകൾ അനുഭവിച്ചു, ഞാൻ വന്ന അന്ന് മുതലേ തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം ഇത്രയും അധികം എക്സ്പോസ് ആകുന്നത് വരെ ഒരു കണ്ണുനീരോ ഒരു
എനിക്ക് ആ വീട്ടിൽ ചില സിറ്റുവേഷൻസ് ഉണ്ടെന്നോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വീഡിയോസ് അവരിൽ നിന്ന് കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും അധികം സിറ്റുവേഷൻസ് തരണം ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രമാത്രം ചിരിച്ചു കാണിക്കാൻ പറ്റുമോ? ഇത്രമാത്രം ആ ഫാമിലിയെ ചേർത്ത് നിർത്താൻ പറ്റുമോ? അതൊക്കെ തന്നെ എന്തോ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് ചിന്തിച്ചൊരു കാര്യമാണ്. നമുക്കൊക്കെ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ കുറച്ച് ദിവസം ഇരിക്കും. വീഡിയോ എടുക്കണമെങ്കിലും നമ്മളെ ഉപദ്രവിച്ചവരുടെ കൂടെ നമുക്ക് വീഡിയോ എടുക്കേണ്ട ഒരു മനസ്സൊന്നും വരത്തില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ പറയുന്നു, ചീത്ത വിളിക്കുന്നു, എടുക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ അസഭ്യം പറയുന്നു, എന്നിട്ട് 4 പേരും കെട്ടിപ്പിടിക്കുന്നു. കൊച്ചു വലുതാണ്, കൊച്ചു എൻ്റെ അനിയനാണ്, കൊച്ചു ആണ് ഞാനാണ് നോക്കുന്നത്. ഒരു എന്താണ്, നമ്മൾ ഒത്തിരി കമന്റ്സ് കണ്ടിട്ടുണ്ട്. കൊച്ചുവിൻ്റെ ഒരു സെക്കൻഡ് മദർ പോലെയാണ് മൃദുല, ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അഭിനയമാണെങ്കിലും നമുക്ക് പറയാം, ഒരു സീരിയലോ സിനിമയോ ഒക്കെ തന്നെ അതുപോലെ കണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം എന്ന് പറയാമെങ്കിലും ഇത്രയും വലിയ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങൾ ഇത്രത്തോളം അഭിനയിക്കേണ്ടിയില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ തവണ ഇട്ട വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും, പ്രവീണിനെയും മൃദുലയെയും ഇത്രയേറെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് ഇപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോയും കൊണ്ട് വന്നതെന്ന് ചോദിക്കും. ഞാൻ ശരിക്കും അതിൽ എന്താണ് അങ്ങനെ ഒരു വീഡിയോയിൽ വന്നതെന്ന് പറഞ്ഞാൽ, ആ ഡൊമസ്റ്റിക് വയലൻസ് അതിൻ്റെ തീവ്രത അത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരരുത്. ഞാൻ അതിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മളിതിനെ പ്രതികരിക്കണം, പെൺകുട്ടികൾ ബോൾഡ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ആ ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണ് എന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചതും. ഞാൻ അതിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അങ്ങനെ ഒരു വീഡിയോ ഇട്ടതും. അതുകൊണ്ട് തന്നെ ഈ ഡൊമസ്റ്റിക് വയലൻസിനെ ഇന്നും ഒതുക്കുന്ന ഇവരോട് ഞാൻ യോജിക്കുന്നില്ല. അത് എങ്കിലും അവരുടെ ഫാമിലി പ്രശ്നമാണ്, അത് അവർ സോൾവ് ചെയ്യട്ടെ. അവർ സോൾവ് ചെയ്ത് അവർ നന്നായി ജീവിച്ചാൽ അവർക്ക് തന്നെയാണ് നല്ലത്. പക്ഷേ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾ പൊതുജനങ്ങൾക്ക് തെറ്റായ മെസ്സേജ് കൊടുക്കരുത്. കാരണം അവർക്കും ഒരു തോന്നലായി പോവും, ഇതൊക്കെ സഹിച്ചാലും ഒരു പെൺകുട്ടി എന്ത് തന്നെ ചെയ്യണം, വീണ്ടും അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ പോകണം, അവളുടെ ജീവിതം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ മറ്റൊരു കണ്ടുനിന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ജീവന് വരെ ഇത് ഭീഷണിയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോ ക്ലിപ്പുകൾ ദയവ് ചെയ്ത് ഇനി ഇടരുത്. നിങ്ങൾ നന്നായിട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. പിന്നെ റീച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനും കണ്ടിരുന്നു, വെറും 12 ഷോർട്സ് ഇട്ടപ്പോൾ കൊച്ചുവിൻ്റെ ആ ഒരു ചാനലിൽ കിട്ടിയത് 2 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സിനെയാണ്. പാവങ്ങളായ ഞങ്ങളൊക്കെ ഒത്തിരി വീഡിയോസ് ഇട്ടാൽ കൂടി ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കുറേ സബ്സ്ക്രൈബറെ കിട്ടുന്നതിന് വേണ്ടി നന്നായി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പ്രശ്നത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ആ ഒരു പൊസിഷൻ വീണ്ടും നിങ്ങൾ സ്ട്രോങ് ആക്കുകയാണ് ചെയ്തത്. എന്തായാലും എല്ലാം നല്ലതായിട്ട് വരട്ടെ എന്ന് നമുക്ക് പറയാം, അല്ലാതെ എന്ത് പറയാൻ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.